കീഴല്ലൂർ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുസ്ലിം ലീഗ് 3 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുന്നത്. 12 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ CMPയും മത്സരിക്കും. ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുന്നേ മുസ്ലിം ലീഗ് കീഴല്ലൂർ പഞ്ചായത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പഞ്ചായത്തിൽ UDF മുന്നണി സംവിധാനം ഏറെ ദുർബലമായിരുന്നു. എന്തിനേറെ കോൺഗ്രസും ലീഗും ഒരേ വാർഡിൽ പരസ്പരം മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാം പരിഹരിച്ച് ചർച്ചകളും പൂർത്തിയാക്കി സീറ്റ് വിഭജനം വരെ UDFൽ കഴിഞ്ഞു. മുസ്ലിം ലീഗ് കൊതേരി, എടയന്നൂർ, കുമ്മാനം എന്നീ വാർഡുകളിലാണ് മത്സരിക്കുന്നത്. കൊതേരിയിൽ ഷുഹൈബ് കൊതേരി, എടയന്നൂരിൽ റജീന, കുമ്മാനത്ത് PP സൗദത്ത് എന്നിവരാണ് ലീഗ് സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 3 വാർഡുകളിലും വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഇത്തവണ കീഴല്ലൂരിൽ UDF അധികാരത്തിൽ വരുമെന്നും മുസ്ലിം ലീഗ് കീഴല്ലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അയൂബ് ഹാജി പറഞ്ഞു. എന്തായിരുന്നാലും നമ്മൾ ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 3 സീറ്റും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ 16 സീറ്റാണുള്ളത്. ആദ്യം 14 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം കൂട്ടിച്ചേർത്തടക്കം 16 വാർഡാണുള്ളത്. അത് 16 വാർഡും ഭരണം പിടിക്കുക എന്നുള്ള ഒരൊറ്റ ആവേശത്തിലാണ് UDFന്റെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും. കാരണം ഇപ്രാവശ്യത്തെ പല സ്ഥലങ്ങളിൽ കാനാട് ഭാഗത്തൊക്കെ LDFനെതിരെ ഒരു മൊത്തത്തിൽ LDFനെതിരെയുള്ള ഒരു ട്രെൻഡാന്നുള്ളത്. അപ്പോൾ UDFന് അനുകൂലമായ സാഹചര്യമാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ 16 സീറ്റിൽ ഒന്നുമില്ലെങ്കിൽ ഭരണം എന്തായാലും UDF കീഴല്ലൂർ പഞ്ചായത്തിൽ ഭരണം UDF ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തവണ വാർഡ് പുനർനിർണയത്തിലൂടെ 2 വാർഡുകൾ വർദ്ധിച്ച് 16 വാർഡുകളായി. ഈ വിഭജനം ലീഗിന് അനുകൂലമാണെന്നാണ് ഇവർ പറയുന്നത്. കൊതേരി വാർഡിലെ ലീഗ് സ്ഥാനാർത്ഥി ഷുഹൈബ് കൊതേരി ജനസമ്മതനായ യുവാവാണ്. നിലവിൽ കൊതേരി, ആയിത്തറ LP സ്കൂളുകളുടെ മാനേജർ കൂടിയായ ഷുഹൈബ് മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലറാണ്. ആദ്യമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ജയം ഉറപ്പാണ്. ഇനി ഭൂരിപക്ഷം മാത്രമേ അറിയാനുള്ളൂവെന്ന് ഉറപ്പിക്കുന്ന ഷുഹൈബ് പഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിക്കുന്നു. 50 വർഷമായി കീഴല്ലൂർ പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അത് എയർപോർട്ട് പഞ്ചായത്താണ്. ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ്? വെറും റോഡ് താറിയലും ബൾബ് കത്തിക്കലും അല്ല ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം. മറ്റുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ എയർപോർട്ട് റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ ഒരു പുറത്ത് കണ്ണൂർ എയർപോർട്ടിലേക്ക് കണ്ണൂർ ഹൈവേയിലൂടെ വരുമ്പോൾ, ഒരു പഞ്ചായത്തിലൂടെ വരുമ്പോൾ ഏത് രീതി ഒരു എയർപോർട്ട് റോഡ് എന്ന് പറയാൻ കഴിയില്ല. ഒരു മറ്റ് UDF ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ കുഗ്രാമത്തിൽ പോയ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ നാടുകളിൽ കിട്ടുന്നത്. അപ്പോൾ വികസനം 100% വരും UDF വന്നാൽ. അപ്പോൾ കീഴല്ലൂർ മാറും എന്ന പ്രമേയത്തിലാണ് നമ്മൾ. കീഴല്ലൂർ മാറും UDF വരും എന്നാണ് നമ്മളെ പ്രമേയം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വോട്ടർമാരെ കാണുമ്പോൾ UDF വോട്ടർമാരെക്കാട്ടി സന്തോഷം മറ്റ് പാർട്ടിക്കാർക്കാണ്. നിങ്ങൾ എന്തായാലും ജയിച്ചു വരും എന്നാണ് പറയുന്നത്. പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരത്തെ സജീവമാവുകയാണ് മുസ്ലിം ലീഗ്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.